ഞാൻ കരുതുന്നില്ല. കേരളം അത്തിരിക്കുന്ന ഒരു പോലീസ് ഇവിടെ ചില ഗുണ്ടകള് അവരുടെ ഗ്യാങ്ങിനൊക്കെ ചേർന്നുകൊണ്ട് ഓടിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ 2 മണിക്കാണ്, ഇന്ന് പുലർച്ചയ്ക്ക് 2 മണി. അപ്പം അത്തരം ധൃതിപിടി ഞങ്ങളേതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും അല്ല, അതൊക്കെ നോക്കാനൊരു സർക്കാരുണ്ട്. അത് ചീഫ് സെക്രട്ടറി ഏത് സാഹചര്യത്തിൽ ഇറക്കിയതെന്ന് എനിക്കറിയില്ല. അപ്പം അത്തരം ധൃതി പിടിച്ചിട്ട് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഗവൺമെന്റ് പരിശോധിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗവൺമെന്റിനോട് സംസാരിക്കും. ഇത്തരം കാര്യങ്ങൾ എൻ്റെ ഗവൺമെന്റാണ്, നമ്മുടെ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇത്തരം കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് പാകപ്പിഴയുണ്ടായാൽ അത് സർക്കാരിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ശ്രമം. അതുകൊണ്ട് അത് പരസ്യമായിട്ട് ഞാൻ പറയുന്നത് ആഗ്രഹിക്കുന്നില്ല. അത്തരം കാര്യങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ RSS ഐതാന്തികനുണ്ടല്ലോ, എന്തുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ നടപടി സ്വീകരിച്ചത്? അല്ല, നടപടി സ്വീകരിച്ചില്ല. എഫ്ഐആർ ഇട്ടില്ലേ? അത് അല്ല, എനിക്ക് തോന്നുന്നു നടപടി എടുക്കാൻ ഒരു എഫ്ഐആർ ഇടുക എന്ന് പറഞ്ഞാൽ പരിശോധന ആൾക്കാരുള്ളതാണ്. ഇത് അവർക്ക് RSSനൊക്കെ തന്നെ വിചാരം എന്ന് വെച്ചാൽ അവർ ഈ രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ ഭരിക്കുന്നവരാണെന്നാണ്, എന്നും പറയാനാണ്. അത്തരം ആളുകളെ ഇപ്പം നിയന്ത്രിക്കാൻ കേരള പോലീസിന് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അതൊക്കെ നോക്കാനൊരു സർക്കാരുണ്ട് ഇവിടെ തന്നെ. ഏത് ഉദ്യോഗസ്ഥനായാലും അത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും പാകപ്പഴുണ്ടെങ്കിൽ അത് നോക്കാനൊരു സർക്കാർ ഇവിടെ ഉണ്ട്. ഇത് പറയുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഇന്നലെ പിണറായി വിജയന്റെ പ്രസ്താവന കേട്ടു. ഗവർണറുടെ മുമ്പിൽ പോയിരുന്ന് എല്ലാ ദിവസവും രാവിലെ കവാത്ത് മറന്നുകൊണ്ട് വൈസ് ചാൻസലറാണ് നിയമനത്തിൽ ഒപ്പിട്ട് കൊടുക്കുകയും എല്ലാം അംഗീകരിക്കുകയും ചെയ്ത പിണറായിക്ക് ഇത് പറയാൻ എന്താ അധികാരമുള്ളത്? ഞങ്ങളേതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും പ്രയാസപ്പെട്ട് എന്തെങ്കിലും കാര്യത്തിൽ ചില കാര്യങ്ങളിൽ നമുക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഗവൺമെൻറ് പരിശോധിക്കും. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പത്രക്കാരോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ വികാരങ്ങൾ അത് കൃത്യമായും പാർട്ടിയുടെ സമീപനം എന്താണെന്നത് ഗവൺമെന്റ് ബന്ധപ്പെട്ട ആളുകൾ. എനിക്ക് അവർ തന്നെ മുൻ മുഖ്യമന്ത്രി തന്നെ അർജുൻ ആയങ്കിയെ തള്ളി പറഞ്ഞു, MV ജയരാജൻ തള്ളി പറഞ്ഞു. അവരാരും അവരോടൊപ്പം ഇല്ല എന്ന് തെളിഞ്ഞല്ലോ. പിന്നെ എന്തിനാണ് അന്വേഷിക്കേണ്ട കാര്യം? ഇങ്ങനെയുള്ള ആളുകളെ ആർക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. ഇവരൊക്കെ വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. അവരെയൊന്നും ആരും സംരക്ഷിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കേരളം അത്തരൊരു നാടല്ല. ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന, ഗുണ്ടകൾ മാത്രമല്ല, ഗുണ്ടകളെ പോറ്റി വളർത്തുന്ന ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരു സംശയവും വേണ്ട. അതെല്ലാം അതാരോ കേരള പോലീസിന്റെ തീരുമാനമായിരുന്നില്ല. അല്ല, ഞാനിവിടെ പറഞ്ഞു അതാണ്. കാരണം ഞങ്ങള് കുറച്ചു പേരെ ഓടിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ 2 മണിക്കാണ്, ഇന്ന് പുലർച്ചയ്ക്ക് 2 മണിക്കാണ് ആ മാരത്തോണിന്റെ ഒരു ഘട്ടം കഴിഞ്ഞത്. പക്ഷെ മാരത്തോൺ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഞങ്ങൾ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന് പറഞ്ഞൊരു മാരത്തോൺ ഉണ്ട്. ആ മാരത്തോൺ ഗുണ്ടകൾക്ക് പിന്നാലെയുള്ളതാണ്. അതിൽ ഇന്നലെ ഒരു 55ഓളം പേരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കും. കാരണം ഈ ആയെങ്കിയല്ല, ഇനി ഒരു ആയെങ്കിലും തന്നെ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഉണ്ടാകാൻ പാടില്ല. അത് അയാള് പറയുന്ന കല്യാണം എന്ന് പറയുന്ന ഒരു കാറ്റ് എന്ന് പറയുന്ന ഒരു ഗുണ്ടൻ ഒരാളതാണ്. അയാൾ പറഞ്ഞു ഞാൻ അയാളെ കല്യാണം ക്ഷണിച്ചിട്ടില്ല എന്നല്ല. ഇവിടെ ചില ഗുണ്ടകള് അവരുടെ ഗ്യാങ്ങിനൊക്കെ ചേർന്നുകൊണ്ട് ബർത്ത്ഡേ പാർട്ടി നടത്തുക, അത് സോഷ്യൽ മീഡിയയിൽ ഇടുക, അതൊരു ഹീറോയിസം ആകെ മാറുക, എന്നിട്ട് യങ്സ്റ്റേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ അവർ അതിലൂടെ തന്നെ ആളുകൾ ഒരു വലിയ ക്ലൗഡ് സമൂഹത്തിൽ സൃഷ്ടിക്കുക. ഇത്തരം കാര്യങ്ങൾ കാണാറുണ്ട്. അതേപോലെ ഒരു ആക്ടിവിറ്റിയിൽ പെട്ടിരിക്കുന്നതാണ് ഇവർ. അത്തരം കാര്യങ്ങൾ സമൂഹ സുരക്ഷയ്ക്ക് നല്ലതല്ല. അത് നമ്മൾ നേരിടുക തന്നെ. അല്ല, അതൊരു ഹീറോ വർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പോലീസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, CIക്കെതിരെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ സുരക്ഷിതത്വം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ആ വെല്ലുവിളി ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഇത് തന്നെയാണ് ഞങ്ങളെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. അത്തരം വെല്ലുവിളികൾ ഒരു കാരണവശാലും കേരളത്തിൽ അനുവദിക്കും.